ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ ജിതിൻ. എന്തുവരെയായി നിങ്ങളുടെ കേട്ടറ്റ് എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ? നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ടല്ലോ. സർവീസിലിരിക്കുന്ന അധ്യാപകരായിരിക്കും ഇപ്പോൾ തകൃതിയായിട്ട് എന്ത് ചെയ്യുന്നത്, കേട്ടറ്റ് എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മുന്നിലുള്ള കുറച്ച് ദിവസങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം PYQs നിങ്ങൾ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ റിവൈസ് ചെയ്ത് മനസ്സിലാക്കുക. അതിൽ തന്നെ ഒരു ടെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ സൈക്കോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ സർവീസിലിരിക്കുന്ന അധ്യാപകരെ കൂടാതെ വേറെയും കുറേയധികം കൂട്ടുകാർ എന്ത് ചെയ്യുന്നുണ്ട്, ടെറ്റിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ സൈലം ടീച്ചിങ് എക്സാംസിൽ കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ലൈവ് ബാച്ചുകളും, കൂടാതെ കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ് തുടങ്ങിയവയുടെ റെക്കോർഡഡ് ബാച്ചുകളുമാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പോട് കൂടി വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള അധ്യാപകരാണ് ക്ലാസ്സുകളെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് അടുത്ത കേട്ടറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. അതുകൂടാതെ സൈലം ടീച്ചിങ് എക്സാംസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റാങ്ക് ഫയലും കൂടെ തരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 6 പുസ്തകങ്ങളിലായിട്ട് 12 വിഷയങ്ങളാണ് നമ്മൾ കവർ ചെയ്തു പോകുന്നത്. അപ്പൊ എന്താണോ നിങ്ങൾ പഠിക്കേണ്ടത് അത് മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് പഠിച്ചു പോകുക. വാരി വലിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെറ്റ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പാടായിട്ട് തോന്നും. അപ്പൊ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, വളരെ ക്രിസ്പായിട്ടുള്ള രീതിയിൽ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ടേക്ക് പോവാം. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഒന്ന് വായിക്കുക, ഓപ്ഷൻസ് നോക്കുക, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആൻസറുകൾ കമന്റ് ആയിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, ആരൊക്കെ എത്ര ചോദ്യങ്ങളൊക്കെ കറക്റ്റ് ആക്കുന്നുണ്ട് എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ടീച്ചർ നോട്ടീസസ് ദാറ്റ് എ ചൈൽഡ് കറക്റ്റ്ലി പെർഫോംസ് എ കൺസർവേഷൻ ടാസ്ക് only after discussing it with more capable peers. 6 months later, the child performs the task independently. Which interpretation best integrates Piaget's and Vygotsky's perspective? കുറച്ച് വലിയൊരു ചോദ്യമാണ് അല്ലെ. അപ്പൊ ഇവിടെ ഇതാണ് പറഞ്ഞിട്ടുള്ള, ഒരു കുട്ടി എന്ത് ചെയ്യാണ്, ഒരു ലേണർ തന്റെ കൂട്ടുകാർ, അതായത് തന്നേക്കാൾ കൂടുതൽ കേപ്പബിൾ ആയിട്ടുള്ള പിയേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, കൺസർവേഷൻ ടാസ്ക് പെർഫോം ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, 6 months later 6 മാസങ്ങൾക്ക് ശേഷം അതേപോലത്തെ സെയിം ടാസ്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുട്ടിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മുടെ സിറ്റുവേഷൻ. അപ്പൊ ആ സിറ്റുവേഷനിൽ വരുന്ന ഇന്റർപ്രിട്ടേഷൻ ആരുടെയൊക്കെയാണ്, പിയാഷെയുടെയും വൈഗോട്സ്കിയുടെയും പെർസ്പെക്റ്റീവ് വരുന്ന ഇന്റർപ്രിട്ടേഷൻ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡിപ്പെൻഡ്സ് എക്സ്ക്ലൂസീവ്ലി ഓൺ മെച്ചുറേഷൻ. B, social interaction temporarily replaces cognitive development. C, social interaction facilitates the construction of cognitive structures that later become internalized. D, conservation develops solely through reinforcement. അപ്പോൾ ആദ്യം തന്നേക്കാൾ കൂടുതൽ കേപ്പബിൾ ആയിട്ടുള്ള കൂട്ടുകാരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് കുട്ടി ആദ്യം എന്ത് ചെയ്യുന്നത്, കൺസർവേഷൻ ടാസ്ക് പെർഫോം ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത്. പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒറ്റയ്ക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിയാഷെയുടെയും വൈഗോട്സ്കിയുടെയും പെർസ്പെക്റ്റീവ് അനുസരിച്ച് ഇതിലേത് ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക അല്ലെ. എന്താണ് ഓപ്ഷൻ സി പറയുന്നത്? സോഷ്യൽ ഇന്ററാക്ഷൻ ഫെസിലിറ്റേറ്റ്സ് ദ കൺസ്ട്രക്ഷൻ ഓഫ് കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ദാറ്റ് ലേറ്റർ ബിക്കം ഇന്റേണലൈസ്ഡ് അല്ലെ. ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഒരു കുട്ടിക്ക് സോഷ്യൽ ഇന്ററാക്ഷന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിനുള്ള സാധ്യതയുണ്ട്. അത് പിന്നീട് എന്തായിട്ട് വരും, ഇന്റേണലൈസ്ഡ്, കുട്ടിക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് അവിടെ വരുന്നുണ്ട് എന്നുള്ള കോൺസെപ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ വരുന്നത് ഏതാണ്, സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആണ് ഇവിടെ വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കുട്ടി എന്ത് ചെയ്യാണ്, അത് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ഡ്യൂറിംഗ് എ സയൻസ് ലെസൺ സ്റ്റുഡൻസ് ഇൻഡിപെൻഡന്റ്ലി ഫോർമുലേറ്റ് ഹൈപ്പോതെസിസ്, ടെസ്റ്റ് ദം എക്സ്പെരിമെന്റലി, റിവൈസ് ദയർ എക്സ്പ്ലനേഷൻസ് ആൻഡ് ഡിഫെൻഡ് കൺക്ലൂഷൻസ്. Which educational philosophy is most strongly reflected? ഇതും ഒരു സിറ്റുവേഷൻ ആണ് തന്നിട്ടുള്ളത്. ആ സിറ്റുവേഷനിൽ വരുന്ന ഫിലോസഫി, എഡ്യൂക്കേഷണൽ ഫിലോസഫി ഏതാണ്, ഏത് കോൺസെപ്റ്റ് ആണ് അവിടെ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത്?
ഒരു സയൻസ് ലെസണിൽ കുട്ടികൾ എന്ത് ചെയ്യാണ്, വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ആ ഹൈപ്പോത്തസിസ് എക്സ്പെരിമെന്റ് ചെയ്യുന്നു. അതിനുശേഷം എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയപ്പോൾ കുറച്ച് കാര്യങ്ങളിലൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട്. സോ റിവൈസ് ദെയർ എക്സ്പ്ലനേഷൻസ്. അങ്ങനെ എക്സ്പ്ലനേഷൻസ് ഒക്കെ റിവൈസ് ചെയ്തു. പിന്നീട് എന്ത് ചെയ്യാണ്, ഡിഫെൻഡ് കൺക്ലൂഷൻസ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ വരുന്ന എഡ്യൂക്കേഷണൽ ഫിലോസഫി ഏതാണ്? ബിഹേവിയറിസം, കൺസ്ട്രക്റ്റിവിസം, എസെൻഷ്യലിസം, ജസ്റ്റാൾട്ടിസം. ഏതാ വരുന്നത്? കുട്ടികള് ഒരു സയൻസ് ലെസൺ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ചില ഹൈപ്പോത്തസിസ് അല്ലെ, ചില ഊഹങ്ങൾ അവര് ഫോർമുലേറ്റ് ചെയ്യുന്നു. ആ ഊഹങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് എക്സ്പെരിമെന്റ് ചെയ്യുന്നു. അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവരുടെ എക്സ്പ്ലനേഷൻസിൽ റിവിഷൻസ് വരുത്തി. ആഫ്റ്റർ ദാറ്റ് ദ ഡിഫെൻഡ് കൺക്ലൂഷൻസ്. ഇവിടെ വരുന്നത് ഏതാണ്? ബിഹേവിയറിസം ആണോ, കൺസ്ട്രക്റ്റിവിസം ആണോ, എസെൻഷ്യലിസം ആണോ, ജസ്റ്റാൾട്ടിസം ആണോ? ഏതാണ്? കൺസ്ട്രക്റ്റിവിസം ആണ് അല്ലെ. കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തി അവർ ഹൈപ്പോസിസ് ഒക്കെ അവർ ശരിയാണോ നോക്കി, ശരിയായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുത്തു. ശേഷം എന്ത് ചെയ്യാണ്, കൺക്ലൂഷൻസിലോട്ട് എത്തുന്നത്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു കൺസ്ട്രക്റ്റിവിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്ലാസ് റൂം സിറ്റുവേഷൻ റെപ്രസെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്? വിച്ച് ക്ലാസ് റൂം സിറ്റുവേഷൻ റെപ്രസെന്റ്സ് ഫാർ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അല്ലെ. ഫാർ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, ഫോർ അല്ല കേട്ടോ, ഫാർ ആണ്. ഫാർ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് പഠിക്കുന്നുണ്ട് അല്ലെ. പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, വേറൊരു സിറ്റുവേഷനിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിക്കുക. നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലേണിംഗിന്റെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എയിം എന്ന് പറയുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള ട്രാൻസ്ഫറിങ് എളുപ്പത്തിൽ നടക്കലാണ് അല്ലെ. നമ്മളൊരു സിറ്റുവേഷനിൽ പഠിച്ച കാര്യം അത് മാർക്ക് മേടിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നതല്ല, മറിച്ച് എന്താണ്, നമ്മുടെ റിയൽ സിറ്റുവേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. പുതിയ ചില കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ലേൺ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത്, തന്നിട്ടുള്ളതിൽ ഏത് സിറ്റുവേഷൻ ആണ് ഫാർ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്? അപ്ലൈയിങ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഡിവിഷൻ, ബി using algebra to solve geometric problems, C applying principles of conflict resolution learned in school to workplace disputes years later, D memorizing another poem using the same strategy. ഇവിടെ ഏത് സിറ്റുവേഷനിലാണ് ഫാർ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് സംഭവിക്കുന്നത്? വിദൂരമായിട്ടുള്ള പഠന സംക്രമണം സംഭവിക്കുന്നത് എവിടെയാണ്, ഏത് സിറ്റുവേഷനിലാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. എന്താണ്? അപ്ലൈയിങ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ലേൺഡ് ഇൻ സ്കൂൾ ടു വർക്ക് പ്ലേസ് ഡിസ്പ്യൂട്ട്സ് ഇയേഴ്സ് ലേറ്റർ അല്ലെ. ഒരു കാലത്ത് പഠിച്ച കാര്യം കുറേ നാളുകൾക്ക് ശേഷം വേറൊരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാണ് അയാള് അപ്ലൈ ചെയ്യുന്നത്. സ്കൂളിൽ നിന്നും എന്ത് പഠിച്ചിട്ടുണ്ട്? കോൺഫ്ലിക്ട് റെസൊല്യൂഷൻസ് അല്ലെ. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്, വർക്ക് പ്ലേസിൽ ഡിസ്പ്യൂട്ട്സ് വന്നപ്പോൾ അത് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നു. അവിടെ വരുന്നത് എന്താണ്, കുറേ നാളുകൾക്ക് ശേഷം സംഭവിക്കുന്ന ഒരു ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. സോ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഫാർ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റുഡന്റ് പെർഫോംസ് exceptionally well during classroom discussions but scores poorly on written examinations. Gardner would most likely attribute this discrepancy to differences in. ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു സ്റ്റുഡന്റ് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് റൂമിൽ നല്ല രീതിയിൽ ഡിസ്കഷൻസ് ഒക്കെ നടത്തുമ്പോൾ നല്ല ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പുവർലി ഓൺ റിട്ടേൺ എക്സാമിനേഷൻസ് അല്ലെ. പക്ഷെ റിട്ടേൺ എക്സാമിന്റെ സമയത്ത് അവൻ എന്താണ്, അവന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഭയങ്കര പുവറാണ്, ഭയങ്കര ലോ ആയിട്ടുള്ള രീതിയിലാണ് എന്ത് സംഭവിക്കുന്നത്, റിട്ടേൺ എക്സാമിന്റെ സമയത്ത് അവൻ പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഗാർഡനറുടെ അഭിപ്രായത്തില് ഇത്തരത്തിലൊരു ഡിഫറൻസ് വരാനുള്ള കാരണം എന്തായിരിക്കും? മോട്ടിവേഷൻ, ഡിഫറൻസസ് ഇൻ ലിംഗ്വിസ്റ്റിക് ആൻഡ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസസ്, സി വർക്കിംഗ് മെമ്മറി, ഡി ഇമോഷണൽ മെച്യൂരിറ്റി. നല്ല രീതിയിൽ ഡിസ്കഷൻസ് ഒക്കെ നടത്തുമ്പോൾ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിക്ക് എന്തുകൊണ്ടായിരിക്കും റിട്ടേൺ എക്സാമിനേഷൻ ഇത്രയും പൂവറസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്? ഗാർഡനറുടെ അഭിപ്രായത്തിൽ ഇതിലേതാണ് നമുക്ക് റീസൺ ആയിട്ട് പറയാൻ പറ്റുന്നത്? ഏതാണ്? ഡിഫറൻസസ് ഇൻ ലിംഗ്വിസ്റ്റിക് ആൻഡ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് അല്ലെ. കുട്ടിക്ക്
ഫ്രണ്ട്സുമായിട്ടൊക്കെ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒപ്പീനിയൻസ് ഒക്കെ പറയാൻ പറ്റുന്നുണ്ട്. അവിടെ എന്തുണ്ട്? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ട്. പക്ഷേ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്തായിരിക്കും? ചിലപ്പോൾ കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും കുട്ടിക്ക് കാര്യം എന്താണെന്ന് അറിയുന്നുണ്ടാവും, പക്ഷെ അത് കൺവേ ചെയ്യുന്നതിൽ എന്തുണ്ടായിരിക്കും? ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം എന്താണ്? ലിംഗ്വിസ്റ്റിക് ആൻഡ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസിൽ എന്തുണ്ടായിരിക്കും? ഡിഫറൻസസ് ഉള്ളത് കൊണ്ടായിരിക്കും, ഗാർട്ട്നറുടെ അഭിപ്രായത്തിൽ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ഡിസ്റ്റിംഗ്വിഷസ് മെറ്റാകോഗ്നിഷൻ ഫ്രം സെൽഫ് റെഗുലേഷൻ? വിച്ച് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ഡിസ്റ്റിംഗ്വിഷസ് മെറ്റാകോഗ്നിഷൻ ഫ്രം സെൽഫ് റെഗുലേഷൻ? അതായത് ഒരു 4 സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുകയാണ് അല്ലെ. 4 സ്റ്റേറ്റ്മെന്റിൽ നിന്നും ഏതാണ് ശരിയായ രീതിയിൽ മെറ്റാകോഗ്നിഷനെയും സെൽഫ് റെഗുലേഷനെയും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്? മെറ്റാകോഗ്നിഷൻ, സെൽഫ് റെഗുലേഷൻ രണ്ടും വേറെ വേറെ കോൺസെപ്റ്റുകളാണ്. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്, അല്ലെങ്കിൽ അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ എ, മെറ്റാകോഗ്നിഷൻ കൺസേൺസ് ഇമോഷൻസ് whereas self-regulation concerns in intelligence. B, metacognition is awareness of thinking whereas self-regulation includes planning, monitoring and controlling learning. C, they are identical concepts. D, self-regulation excludes goal setting. ഇതിലേതാണ് നമ്മുടെ മെറ്റാകോഗ്നിഷനും സെൽഫ് റെഗുലേഷനും ഇത് രണ്ടും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്? മെറ്റാകോഗ്നിഷൻ എന്താണ്? തിങ്കിങ് അബൌട്ട് തിങ്കിങ് ആണ് അല്ലെ. നമ്മൾ നമ്മുടെ തന്നെ ഇമോഷൻസിനെ കുറിച്ച്, നമ്മുടെ തന്നെ ഒരു നോളജിനെ കുറിച്ച് തിങ്ക് ചെയ്യുന്നതാണ് മെറ്റാകോഗ്നിഷൻ. സെൽഫ് റെഗുലേഷൻ എന്താ? നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യലാണ് അല്ലെ. യെസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ വരിക. മെറ്റാകോഗ്നിഷൻ ഈസ് അവയർനെസ് ഓഫ് തിങ്കിങ് അല്ലെ. നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റീസിനെ കുറിച്ച് നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു? ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. സെൽഫ് ഇവാലുവേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷെ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ പ്ലാനിങ്, മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ് ലേണിംഗ് അല്ലെ. നമ്മുടെ തന്നെ ബിഹേവിയറിന് എന്ത് ചെയ്യാണ്? റെഗുലേറ്റ് ചെയ്യാണ് അവിടെ വരുന്നത്. അവിടെ പ്ലാനിങ് വരുന്നുണ്ട്, മോണിറ്ററിങ് വരുന്നുണ്ട്, കൺട്രോളിങ്ങും വരുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടീച്ചർ intentionally gives slightly challenging tasks that students cannot solve alone but can complete with hints. This practice simultaneously promotes. എന്താണ്? ഒരു ടീച്ചറാണ് അല്ലെ പണി കൊടുത്തിട്ടുള്ളത്. ടീച്ചർ എന്താ ചെയ്തിട്ടുള്ളത്? ടീച്ചർ ഇന്റൻഷനലി എന്ത് ചെയ്യാണ്? കുട്ടികൾക്ക് കുറച്ച് ചാലഞ്ചിങ് ടാസ്കുകൾ കൊടുക്കുകയാണ്. അപ്പൊ ചാലഞ്ചിങ് ടാസ്ക് ആണ്. അതിനോടൊപ്പം എന്തും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇത് കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. പക്ഷെ ടീച്ചർ പറയുന്ന ഒരു കാര്യമാണ്, ഹിന്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ, സൂചനകൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ദിസ് പ്രാക്ടീസ്, ഈ ഒരു രീതിയിൽ നമ്മൾ ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ആണോ പ്രൊമോട്ട് ചെയ്യുന്നത്? സ്കഫോൾഡിംഗ് വിത്തിൻ ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണോ? ഇൻസൈറ്റ് വിത്തൗട്ട് ഇൻസ്ട്രക്ഷൻ ആണോ പ്രൊമോട്ട് ചെയ്യുന്നത്? മെച്ചുറേഷൻ ആണോ? കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാതെ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ടീച്ചർ കൊടുക്കുന്നു. പക്ഷെ ടീച്ചർക്ക് ഒന്നറിയാം, ഹിന്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? കുട്ടികൾക്ക് ആ ഒരു കാര്യം, ആ ഒരു ആക്ടിവിറ്റി നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എന്താ വരുന്നത്? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും റീഎൻഫോഴ്സ്മെന്റും ആണോ? സ്കഫോൾഡിങ്ങും സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റും ആണോ? അതല്ല ഇൻസൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണോ? മെച്ചുറേഷൻ ആണോ? ഏതാണ് വരിക? സ്കഫോൾഡിങ് വിത്തിൻ ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലെ. കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ആണ്. പക്ഷേ ഹിന്റുകൾ കൊടുക്കുക. ഹിന്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ഏതാണ്? സ്കഫോൾഡിങ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്കഫോൾഡിങ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവിടെ എന്ത് ചെയ്യാം? ആ ടാസ്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following classroom practice is least consistent with constructivist learning? Which of the following classroom practices is least consistent with constructivist learning? തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗുമായിട്ട് വരുന്ന ലീസ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നത്? വളരെ എന്താ പറയുക, ഏറ്റവും കുറവ് ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു പെർസ്പെക്റ്റീവിൽ വരുന്നത് കൺസ്ട്രക്റ്റിവിസം ലേണിംഗുമായിട്ട് നമുക്ക്
ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇതിൽ ഏതാണ്? ഇൻക്വയറി ബേസ്ഡ് പ്രൊജക്ട്, പിയർ കൊളാബറേഷൻ, മെമ്മറൈസിങ്, ടീച്ചർ പ്രിപ്പയർഡ് നോട്ട്സ് വിത്തൗട്ട് ഡിസ്കഷൻ, റിഫ്ലക്റ്റീവ് ജേർണൽസ്. ഇതിലേതാണ് കൺസ്ട്രക്റ്റിവിസം ലേണിംഗുമായിട്ട് വരുന്ന അല്ലെങ്കിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്, ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലാസ് റൂം പ്രാക്ടീസ്? യെസ്, ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. മെമ്മറൈസിങ് ടീച്ചർ പ്രിപ്പയർഡ് നോട്ട്സ് വിത്തൗട്ട് ഡിസ്കഷൻ. കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലേണർക്ക് എന്തുണ്ട്? നോളജ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട് എന്നാണ് കൺസ്ട്രക്റ്റിവിസ്റ്റുകാർ പറയുന്നത്. അവിടെ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് എന്താണ്? ലൈക്ക് എ ഫെസിലിറ്റേറ്റർ. പക്ഷെ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഓപ്ഷൻ സിയിൽ മെമ്മറൈസിങ്, ടീച്ചർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സ് കുട്ടികൾ യാതൊരു ഡിസ്കഷനും കൂടാതെ എന്ത് ചെയ്യാണ്? മെമ്മറൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു റോട്ട് ലേണിംഗ് അല്ലേ? അത് ബിഹേവിയർസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഏതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല? അതൊരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിന് ചേർന്ന പ്രാക്ടീസ് അല്ല. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ ചൈൽഡ് ഇനീഷ്യലി ക്ലാസിഫൈസ് whales as fish because they live in water but later changes the category after learning biological characteristics. According to Piaget, this shift primarily represents ഒരു ചെറിയൊരു ആപ്ലിക്കേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇവിടെ എന്താണ്? ഒരു കുട്ടി തുടക്കത്തില് വെയിൽസിന് എന്ത് ചെയ്യാണ്? വെയിൽസിനെ ഫിഷ് എന്നുള്ള രീതിയിലാണ് കുട്ടി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് എന്താണ്? വെയിൽസ് എല്ലാം വെള്ളത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഇതൊക്കെ ഫിഷാണ് എന്നുള്ള രീതിയിലാണ് കുട്ടി ആദ്യം മനസ്സിലാക്കിയത്. പക്ഷെ പിന്നീട് എന്ത് ചെയ്യാണ്? ബട്ട് ലേറ്റർ ചേഞ്ച് ദ കാറ്റഗറി ആഫ്റ്റർ ലേണിംഗ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. പക്ഷെ പിന്നീട് വെയിൽസിന്റെ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കിയപ്പോൾ കുട്ടി മനസ്സിലാക്കുന്നുണ്ട് ഇത് എന്തല്ല, ഇത് ഫിഷ് അല്ല. അക്കോർഡിംഗ് ടു പിയാഷെ ദിസ് ഷിഫ്റ്റ് പ്രൈമർലി റെപ്രസെന്റ്സ്. അപ്പൊ പിയാഷയുടെ അഭിപ്രായത്തില് ഈ ഒരു ഷിഫ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നിട്ടുള്ള ഓപ്ഷൻസിലെ ഏതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം? അസിമിലേഷൻ ഫോളോവുഡ് ബൈ അക്കോമഡേഷൻ, ബി അക്കോമഡേഷൻ, സി കൺസർവേഷൻ, ഡി സീരിയേഷൻ. ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്? ആദ്യം കുട്ടി മനസ്സിലാക്കിയ ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാകുന്നു, പുതിയൊരു കാര്യം കുട്ടി എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? അസിമിലേഷൻ ഫോളോവുഡ് ബൈ അക്കോമഡേഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ സൈക്കോളജിയിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്. നല്ല രീതിയിൽ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. ഇടയ്ക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഇവിടെ നമുക്കറിയാം ഇതുവരെയായിട്ടും നമ്മുടെ പരീക്ഷയുടെ ഭാഗത്തു നിന്നും അടുത്ത കേട്ടറ്റ് എക്സാമിനെ കുറിച്ചുള്ള യാതൊരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഉറപ്പായിട്ടും എക്സാം നടക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട. നേരത്തെ കൂട്ടി എന്ത് ചെയ്യുക? പഠിക്കുക. നമ്മളിപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടും ക്ഷീണമൊന്നും ഇല്ലാതെ നമുക്ക് കേട്ടിട്ട് നേടിയെടുക്കാനായിട്ട് പറ്റും. അവസാന സമയത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോൺസെപ്റ്റും വായിച്ചെത്തില്ല, നമുക്ക് കിട്ടില്ല. ചിലപ്പോൾ 1-2 മാർക്കിന് നമ്മൾ ആ എക്സാം ചിലപ്പോൾ തോറ്റുപോകും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. നല്ല രീതിയിൽ പഠിക്കുക. ടീച്ചിങ് എക്സാംസിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.